എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഇതുവരെ ഈ പ്രചോദനങ്ങൾ എന്നെ എവിടേക്കാണ് നയിക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. ഈ സന്യാസ സഭയിൽ നിന്ന് പുറത്തു പോകണമെന്ന് കർത്താവ് വെളിപ്പെടുത്തി തന്നപ്പോൾ എൻ്റെ ഭയം മുഴുവൻ വർദ്ധിച്ചു. ഇപ്പോൾ 3 വർഷമായി. ആ സമയം മുതൽ എൻ്റെ ആത്മാവിൽ വലിയ തീഷ്ണതയും എല്ലാം പ്രാവർത്തികമാക്കാനുള്ള തിടുക്കവും അനുഭവപ്പെട്ടു. വലിയ ധീരതയും ശക്തിയും എനിക്കുണ്ടായിരുന്നു. എന്നാൽ എല്ലാം തുടങ്ങേണ്ട നിർണായക നിമിഷം ആസന്നമായപ്പോൾ ദൈവം എന്നെ ഉപേക്ഷിച്ചതായി എനിക്ക് അനുഭവപ്പെടുന്നു. അതിനാൽ ഒരു അസാധാരണ ഭയം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ട ദൈവനിശ്ചയപ്രകാരമുള്ള സമയം ഇതല്ലെന്ന് ഞാൻ കരുതുന്നു. ഈ സഹനങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. രാവും പകലും ഞാൻ എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. രക്തസാക്ഷികളുടെ ഏറ്റവും ക്രൂരവും ഹീനവുമായ പീഡനങ്ങൾ പോലും ഒരു തുള്ളി രക്തം പോലും ചിന്തുന്നില്ലെങ്കിലും ഞാനിപ്പോൾ കടന്നു പോകുന്ന സഹനങ്ങളെക്കാൾ എളുപ്പത്തിൽ സഹിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇവയെല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആത്മാക്കൾക്ക് വേണ്ടി. നാഥ, ദൈവത്തിരുമനസ്സിനുള്ള പരിപൂർണമായ ആത്മസമർപ്പണം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സ്നേഹവും കരുണയുമാണ്. ആത്മസമർപ്പണം. ദിവ്യകാരുണ്യീശോയെ, ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിച്ച അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെട്ടുകൊണ്ട് ബലിയിടപ്പെട്ട ഒരു തിരുവോസ്തിയായി ഞാൻ എന്നെ തന്നെ സ്വർഗീയ പിതാവിന് അർപ്പിക്കുന്നു. എത്രയും പരിശുദ്ധവും കരുണാദ്രവുമായ ദൈവത്തിരുമനസ്സിന് എന്നെ മുഴുവനും സമ്പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നു മുതൽ അവിടുത്തെ തിരുവിഷ്ടമാണ് എൻ്റെ ഭക്ഷണം. എൻ്റെ അസ്തിത്വത്തെ പൂർണ്ണമായി സ്വീകരിച്ച് അങ്ങേ ഇഷ്ടം പോലെ എന്തും എന്നോട് ചെയ്തു കൊള്ളുക. വാത്സല്യദാതനായ അങ്ങയുടെ തൃക്കരങ്ങളിൽ നിന്ന് വരുന്നതെല്ലാം സന്തോഷത്തോടും സമാധാനത്തോടും ഹൃദയ താഴ്മയോടും കൂടി ഞാൻ സ്വീകരിച്ചു കൊള്ളാം. അങ്ങ് എന്നെ ഏതു വഴിയിലൂടെ നയിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങേ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം പൂർത്തിയാക്കിക്കൊള്ളാം. അങ്ങയിൽ നിന്ന് വരുന്ന ഒരു പ്രചോദനത്തെയും ഇനി ഞാൻ ഭയപ്പെടുകയോ അത് എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നതെന്ന് ആകുലപ്പെടുകയോ ചെയ്യുകയില്ല. ഓ ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പാതയിലൂടെ എന്നെ നയിക്കണമേ. സ്നേഹവും കരുണയുമായ അങ്ങയുടെ തിരുവിഷ്ടത്തിൽ എൻ്റെ ശരണം മുഴുവൻ ഞാൻ അർപ്പിക്കുന്നു. ഈ മഠത്തിൽ തന്നെ തുടരുവാൻ അങ്ങ് ആവശ്യപ്പെട്ടാൽ ഞാൻ ഇവിടെ തന്നെ തുടരും. ദൗത്യം ഏറ്റെടുക്കുവാൻ അങ്ങ് ആവശ്യപ്പെട്ടാൽ ഞാനത് ഏറ്റെടുക്കും. എൻ്റെ മരണം വരെയും ഈ ദൗത്യം പൂർത്തിയാകാതെ അവശേഷിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. മാനുഷികമായി നോക്കിയാൽ ഞാൻ ജീവിച്ചിരിക്കേണ്ടത് വളരെ പ്രത്യേകമായി ആവശ്യമായിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എൻ്റെ യുവത്വത്തിൽ അങ്ങ് എന്നെ തിരിച്ചു വിളിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വാർദ്ധക്യം വരെ ജീവിക്കുവാൻ എന്നെ അനുവദിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എനിക്ക് ആരോഗ്യവും ശക്തിയും നൽകിയാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എൻ്റെ ജീവിതകാലം മുഴുവൻ വേദനയുടെയും സഹനത്തിൻ്റെയും ബലിവസ്തുവായി തീരുവാൻ മനസ്സായാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. പരാജയങ്ങളും നിരാശയും മാത്രം എനിക്ക് ജീവിതത്തിൽ നൽകിയാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എൻ്റെ നിഷ്കളങ്കമായ ഉദ്ദേശങ്ങൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുവാൻ അനുവദിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്നെ അന്ധകാരത്തിലും എല്ലാവിധ പീഡനങ്ങളിലും ഉപേക്ഷിച്ചാലും അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവം എന്നെ അവിടുത്തെ ഉള്ളം കയ്യിൽ വഹിക്കുന്നു. അതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ ആഴമായ സമാധാനത്തിൽ ജീവിക്കും. എവിടെയും എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും ഞാൻ അവനെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അളവറ്റ കാരുണ്യവാനായ ദൈവം അറിയുന്നു. പ്രാർത്ഥന. ക്രൂശിതനായ എൻ്റെ ഈശോയെ, എവിടെയും എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളിലും അങ്ങേ പിതാവിൻ്റെ തിരുമനസ് വിശ്വസ്തയോടെ പൂർത്തിയാക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവ തിരുമനസ് കഠിനവും പൂർത്തിയാക്കുവാൻ ബുദ്ധിമുട്ടേറിയതുമായി തോന്നുമ്പോൾ അവിടുത്തെ തിരുമുറിവുകളിൽ നിന്ന് ശക്തിയും ബലവും എന്നിലേക്ക് ഒഴുക്കണമേ എന്ന് ഈശോയെ അങ്ങയോട് ഞാൻ യാചിക്കുന്നു. എൻ്റെ അധരങ്ങൾ നിരന്തരം ഇത് മാത്രം ഉരുവിടട്ടെ. ഓ ദൈവമേ, അവിടുത്തെ തിരുവിഷ്ടം മാത്രം നിറവേറട്ടെ. ഓ ലോകരക്ഷക, മനുഷ്യരക്ഷയെ അതിയായി സ്നേഹിക്കുന്നവനെ, അതികഠിനമായ ആ പീഡനങ്ങളിലും വേദനകളിലും അങ്ങയെ തന്നെ മറന്ന് ആത്മാക്കളുടെ രക്ഷയെപ്പറ്റി മാത്രമാണ് അങ്ങ് ചിന്തിച്ചത്. ഓ എത്രയും കരുണാദ്രനായ ഈശോയെ,
എന്നെ തന്നെ മറക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങേ പിതാവിൻ്റെ തിരുഹിത പ്രകാരമുള്ള അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ അങ്ങയോട് പങ്കുചേർന്നുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി മാത്രം ഇനി ഞാൻ ജീവിക്കട്ടെ.